വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാക്രോ എക്കണോമിക്സിൽ നിന്ന് 8 മാർക്കിന് രണ്ടാമത്തെ പാഠം നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്കായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു നോട്ടാണ്. അപ്പോൾ ഇതേപോലെ നോട്ടുകളും കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ ബാച്ചിൽ. ഓൺലൈൻ ബാച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ ടോപ്പിക്കുകളും എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഗൂഗിൾ മീറ്റിലൂടെയുള്ള ലൈവായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ലുക്സ് അറ്റ് ദ ഡിമാൻഡ് സൈഡ് ഓഫ് ദി പ്രൊഡക്ഷൻ്റെ ഡിമാൻഡ് സൈഡിൽ നിന്നാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് നോക്കിക്കാണുന്നത്. ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എസ്റ്റിമേറ്റ്സ് നാഷണൽ ഇൻകം ബൈ മെഷറിംഗ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിലേക്കായിട്ട് മൊത്തം എത്ര ചിലവ് വന്നിട്ടുണ്ട്, എത്ര എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ 1-2 തവണ കണ്ടാൽ മാത്രമായിട്ട് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിത് എഴുതി തന്നെ പഠിക്കണം. കൺസിഡർ ഫേം ഐ ഇൻ ദി എക്കോണമിയിൽ ഒരു ഫേമിനെ എടുത്ത് നമ്മൾ പഠിക്കുകയാണ്. ഫേം ഐ എന്ന് നമുക്കതിന് പേര് കൊടുക്കാം. ഫേം ഐ ക്യാൻ മേക്ക് ദ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫൈനൽ ഗുഡ്സ് ഓൺ ഫോളോയിങ് അക്കൗണ്ട്സ്. അപ്പോൾ ഫേം ഐ എന്ന് ആ ഒരു ഐ എന്ന് പറയുന്ന ഫേമിന് ഏത് വഴിയൊക്കെയാണ് റവന്യൂ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ, ഉപഭോഗം. കൺസ്യൂമേഴ്സ് വാങ്ങിക്കില്ലേ, കസ്റ്റമേഴ്സ് നമ്മുടെ ഇത് വാങ്ങിക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ, ഫേമായി ഉണ്ടാക്കിയ സാധനങ്ങൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നു. അതൊരു റവന്യൂ ആണ്. അതിന് നമുക്ക് CI എന്ന് എടുക്കാം. ഐത്ത് ഫേമിൻ്റെ കൺസംഷൻ, അതാണ് CI. ഇനി രണ്ടാമത്തേത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്താണ്, II എന്ന് എടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഫേമിൻ്റെ സാധനങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് വേറെ ഫേം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റവന്യൂ കിട്ടില്ലേ, അതാണ് II. ദെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഈ ഫേമിൻ്റെ സാധനങ്ങൾ ഗവൺമെൻറ് വാങ്ങിക്കുന്നത്, അതാണ് GI. അതുപോലെ തന്നെ എക്സ്പോർട്ട് റവന്യൂ, സാധനങ്ങളും സേവനങ്ങളും വേറെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതാണ് XI. അപ്പോൾ അങ്ങനെ ഒരു ഫേമിന് കിട്ടുന്ന റവന്യൂ ഏതൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതാണ് റവന്യൂ RV I = CI + II + GI + XI. ഈ 4 കൂടി കൂട്ടുമ്പോഴാണ് ഒരു ഫേമിൻ്റെ മൊത്തം റവന്യൂ നമുക്ക് കിട്ടാം. ഇത് ഒരു ഫേമിൻ്റെയാണ്. അപ്പോൾ നമുക്ക് എക്കോണമിയിലുള്ള മുഴുവൻ ഫേമിൻ്റെയും, എക്കോണമിയിൽ N നമ്പർ ഓഫ് ഫേംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ N എന്ന് വെറുതെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഫേമിൻ്റെയും റവന്യൂ ഈക്വൽ എല്ലാ ഫേമിൻ്റെയും കൺസംഷൻ പ്ലസ് എല്ലാ ഫേമിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് എല്ലാ ഫേമിൻ്റെയും ഗവൺമെൻറ് പ്ലസ് എല്ലാ ഫേമിൻ്റെയും എക്സ്പോർട്ട് റവന്യൂ എന്ന് ചേർക്കണ്ടേ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പലാണ് ഈ ഒരു സിമ്പൽ. അതായത് സിഗ്മ I = 1:n. ഓക്കെ, സിഗ്മ I = 1:n എന്ന സിമ്പിൾ യൂസ് ചെയ്യും. സോ സിഗ്മ I = 1:n RVI, എല്ലാ ഫേമിൻ്റെയും റവന്യൂ ഈക്വൽ സിഗ്മ I = 1:n CI, എല്ലാവരുടെയും കൺസംഷൻ പ്ലസ് സിഗ്മ I = 1:n II, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സിഗ്മ I = 1:n GI, എല്ലാവരുടെയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് സിഗ്മ I = 1:n XI, എല്ലാവരുടെയും എക്സ്പോർട്ട് റവന്യൂ. അപ്പോൾ ഈ 4 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ ഫേമിൻ്റെയും റവന്യൂ കിട്ടുന്നത്. അതൊരു ഇക്വേഷൻ. ഇനി നമ്മളിത് ഓരോന്നും എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു എക്കോണമിയിലെ മുഴുവൻ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ C എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. ഉപഭോഗത്തിന് കൺസംഷനെ C എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 2 പാർട്ടുണ്ട്. 2 പാർട്ട് എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ചിലവുകൾ, ഈ കൺസംഷൻ നമ്മുടെ രാജ്യത്തിലെ സാധനങ്ങൾ ആളുകൾ വാങ്ങിച്ചത്. അതുപോലെ തന്നെ അതാണ് സിഗ്മ I = 1:n CI നമ്മൾ നേരത്തെ പറഞ്ഞത്. അതുകൂടാതെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്, CM ഉണ്ട്. M എന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ഗുഡ്സിലേക്ക് ചിലവുകൾ വന്നിട്ടുണ്ടാകും. നമ്മുടെ രാജ്യത്ത് തന്നെ ആളുകൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാകും. അതും കൺസംഷൻ ആണല്ലോ, വേറെ രാജ്യത്തുനിന്ന് വാങ്ങിച്ചു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചതും പുറം രാജ്യത്തുനിന്ന് വാങ്ങിച്ചതും ചേർത്തിട്ട് അത് 2 കൂടി കൂട്ടുമ്പോഴാണ് ഫൈനൽ C എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പോൾ C എന്ന് വെച്ചാൽ സിഗ്മ I = 1:n CI + സിഗ്മ
സിഗ്മ ഈക്വൽ 1:CI + CM ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു നാഷണൽ ഇൻകം അക്കൗണ്ടിങ് കാണാൻ എന്തുമാത്രം മതി? നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാത്രം മതി. അതേതാ? സിഗ്മ ഈക്വൽ 1:CI ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും? സിഗ്മ ഈക്വൽ 1:CI ഈക്വൽ മൊത്തം സിയിൽ നിന്ന് CM ഇമ്പോർട്ടിൻ്റേത് കുറച്ചത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എടുക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഫേംസിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതുണ്ട്, അതാണ് സിഗ്മ ഈക്വൽ 1:II. അതുകൂടാതെ പുറം രാജ്യത്തുള്ള ക്യാപിറ്റൽ ഗുഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട്, അതാണ് IM. ഈ രണ്ടും കൂടി ചേർന്നതാണ് ഒറ്റ I എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണം? നമ്മുടെ രാജ്യത്തെ മാത്രം മതി. അപ്പോൾ അതാണ് സിഗ്മ ഈക്വൽ 1:II ഈക്വൽ മൊത്തമായിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇമ്പോർട്ടിൻ്റേത് കുറച്ചത്, ഫോറിൻ ഗുഡ്സിൻ്റേത് കുറച്ചത്. സോ സിഗ്മ ഈക്വൽ 1:II ഈക്വൽ I - IM, മൊത്തം Iയിൽ നിന്ന് ഇമ്പോർട്ടിൻ്റെ ഫോറിൻ ഗുഡ്സിൻ്റെ കുറച്ചത്. അങ്ങനെ അത് മൂന്നാമത്തെ ഇക്വേഷനായി. അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൊത്തമുള്ളത് G. അപ്പോൾ മൊത്തം Gയിൽ നിന്ന് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റേത് കുറയ്ക്കണം, കുറയ്ക്കണം. അപ്പോൾ G - GM ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ കിട്ടുക. നമ്മുടെ രാജ്യത്തെ എന്ന് പറയുന്നതാണ് സിഗ്മ ഈക്വൽ 1:GI എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈക്വൽ G - GM. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2, 3, 4 ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ അതേപോലെ തന്നെ ഈ ഇക്വേഷൻ, ഈ 4 ഇക്വേഷനും കൂടി നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിലേക്ക് ഇടാം. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഒന്നാമത്തെ ഇക്വേഷനിൽ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ ഈ സിഗ്മ ഈക്വൽ 1:CI, സിഗ്മ ഈക്വൽ 1:II, സിഗ്മ ഈക്വൽ 1:GI, ഇതിനൊക്കെ പകരമായിട്ട് എന്ത് ചേർക്കുക? നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച ഈ C - CM, അതുപോലെ തന്നെ C - CM, I - IM, G - GM എന്ന് ചേർക്കുക. പിന്നെ സിഗ്മ ഈക്വൽ 1:X അവിടെ ഉണ്ടായിരുന്നു, അതും അങ്ങനെ തന്നെ. ഇനി നമ്മൾ ഇതിൽ ഈ CIG ഈ മൂന്നെണ്ണം അടുപ്പിച്ച് വയ്ക്കുക, -CM, -IM, -GM മാറ്റി നിർത്താം. അങ്ങനെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ വന്നത്. C + I + G + സിഗ്മ ഈക്വൽ 1:XI -CM, -IM, -GM എന്ന് വന്നത്. ഇനി അതിനുശേഷം ഈ CM, IM, GM ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ട് ഒറ്റ ഇതിലാക്കി മാറ്റി. അപ്പോൾ C + I + G + സിഗ്മ ഈക്വൽ 1:XI -CM + IM + GM. ഈ മൂന്നും എന്തിൻ്റേതാ? മൂന്നും ഇമ്പോർട്ടഡ് ഗുഡ്സിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CM, IM, GM മൂന്നിനെയും ചേർത്തിട്ട് നമുക്ക് M എന്ന് കൊടുക്കാം. സിഗ്മ ഈക്വൽ 1:XI വെറും X എന്നും കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തുകഴിയുമ്പോൾ ഇക്വേഷൻ എന്തായി ചുരുങ്ങും? Therefore സിഗ്മ ഈക്വൽ 1:RVI. എല്ലാ ഫേംസിൻ്റെയും റവന്യൂ എന്ന് പറയുന്നത് C + I + G + X - M ആണ്. ഒരു എക്കോണമിയിലെ എല്ലാ ഫേമിൻ്റെയും റവന്യൂ എന്ന് പറയുന്നതാണ് GDP. സോ GDP എന്ന് പറയുന്നത് C + I + G + X - M ആണ്. ഓക്കെ, ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത്രയും എഴുതിയാലാണ് നിങ്ങൾക്ക് ആ ഒരു 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ നല്ല രീതിയിൽ എഴുതി തന്നെ ഇത് പഠിക്കണം. എന്നാലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.